ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ ഇയുടെ നെക്സ്റ്റ് എപ്പിസോഡ് ആട്ടോ. സോ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. അതാണ് വീണ്ടും വീഡിയോ എടുത്ത് പറയുന്നത്. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ഏഞ്ചലും ഉണ്ടല്ലോ, നമ്മുടെ ചേച്ചിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഏഞ്ചൽ നമ്മൾ ചേച്ചിനെ നല്ല രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അവളുടെ ശ്രദ്ധ അവിടെ ഒന്നല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അവളാണെങ്കിൽ യൂറിനെ ആശ്വസിപ്പിക്കാൻ പോയതും അവിടുന്ന് കെയ്ഫർ അവളെ കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു പോയതൊക്കെയാണ് അവൾ ചിന്തിച്ച് നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏഞ്ചലോ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ചേച്ചി അങ്ങനെ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. നമ്മുടെ ഏഞ്ചലോ പറയുന്നുണ്ട് അവളോട് കഴിഞ്ഞ റീട്രീറ്റിൻ്റെ അവിടെ കണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. സോ ധൈര്യമായിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ എനിക്കിപ്പോൾ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്, നീ ആരിസിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ആരിസിനൊന്ന് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് പറയുന്നത് ആരിസിൻ്റെ കാര്യം മാത്രം അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുവരെ ഓൾ മൊത്തത്തിൽ മറ്റേ പഴയ ചിന്തയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി ചിന്തിക്കുന്നുണ്ട്, ഒന്നാമത് എൻ്റെ പ്രശ്നത്തിൽ ഞാൻ പെട്ട് നിൽക്കണം, ഇതിൻ്റെ ഇടയിൽ ഇനി ആരിസിൻ്റെ പ്രശ്നം കൂടെ ഞാൻ നോക്കണം എന്നുള്ള കാര്യം. കിടന്നുകൊണ്ടിരിക്കുന്ന ആരിസ് ആണെങ്കിൽ ഓരോന്ന് പൊലിപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആരിസ്, എന്താ പറ്റിയതെന്നുള്ള പറയുമ്പോൾ നമ്മുടെ ആരിസ് അവളോട് ഗെറ്റ് ഔട്ട് ആണ് പറയുന്നത്. ഗെറ്റ് ഔട്ട് വീണ്ടും ഗെറ്റ് ഔട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, എപ്പോൾ നീ എന്താണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവനും ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവളോട് എപ്പോഴും ഇങ്ങനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള. ഇതൊക്കെ ഇവരാണെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ചേച്ചനോട് ഇങ്ങനെ തന്നെ ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായി. എന്തുകൊണ്ടാണെന്ന് ഇവനെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മുടെ ചേച്ചനോട് ഒരുപാട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ആ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജേജയും ആരിസും കുട്ടികളായിരുന്ന ഒരു സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സീക്രട്ട് പൊട്ടി മുളയ്ക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ആരിസ് നമ്മുടെ ജേജയുടെ സ്വന്തം സഹോദരനാട്ടോ. കാരണം അവിടെ മോമ് സെയിം ആണ്, പക്ഷേ ഫാദർ ഡിഫറെൻ്റ് ആണ്. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ സന്തോഷിച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ജേജയും ആരിസും ഒക്കെ അവർ നല്ല രീതിയിൽ ബോണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവിടുത്തെ മോമിനാണെങ്കിൽ ഇവരുടെ മമ്മിനാണെങ്കിൽ കൂടെ നമ്മുടെ ജേജയാണ് വലിയ കാര്യം. ആരിസിന് തീരെ മൈൻഡും കാര്യങ്ങളൊന്നുമില്ല. അവൻ ചെറിയ കുട്ടിയാണെങ്കിൽ കൂടെ അവനോട് അങ്ങനെ ഇഷ്ടത്തിലൊന്നും പെരുമാറില്ല. അപ്പോൾ അവൻ എന്നെ പൗഡർ എടുത്ത് കളിച്ചപ്പോൾ തന്നെ ആ പൗഡർ തീരും പറഞ്ഞിട്ട് അവനെ വഴക്ക് പറഞ്ഞ് അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അവനോടൊന്ന് സ്നേഹമായിട്ട് പോലും ആ ഒരു മോം സംസാരിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവരുടെ നെയ്ബർ ഇങ്ങനെ അവളോട് സംസാരിക്കുന്നത് നിന്നെ കുറിച്ചിട്ടുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്, നീ എന്തിനാണ് ആരിസിനോട് മാത്രം അങ്ങനെ കാണിക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് അവരെങ്ങനെ തുടർന്ന് എങ്ങനെയാണ് നീ ജീവിക്കാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടാതെ ആരിസിനെ സ്കൂളിലേക്ക് വിടണ്ടേ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ മോം പറയുന്നുണ്ട് ആരിസിനെ സ്കൂളിലേക്ക് വിടണം, സോ അതിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ആരിസിൻ്റെ ഫാദർ റിച്ചും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ നമ്മുടെ ജേജയുടെ ഫാദർ അത്യാവശ്യം റിച്ചും കാര്യങ്ങളൊക്കെയാണ്. അവരാണ് അവൾക്ക് ഓരോ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത്. സോ അവരോട് ക്യാഷും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നൈബർ പറയുന്നുണ്ടായിരുന്നു. ജേജയുടെ ഫാദർ അത്യാവശ്യം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു തീരുമാനിക്കുകയാണ് നമ്മുടെ ആരിസിനെ സ്കൂളിലേക്ക് വിടാന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ആരിസ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മോവും പറയുന്നുണ്ട്, വലിയ ആൾക്കാർ സംസാരിക്കുന്നത് കുട്ടികൾക്ക് എന്താ കാര്യം എന്നുള്ള രീതിയിൽ അവൻ അവിടെ തന്നെ ഓടിച്ച് വിടുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആരിസും ജേജയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണെങ്കിൽ നമ്മുടെ ജേജയ്ക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ പനിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചി അവനോട് പറയുന്നുണ്ട്, എനിക്കൊരു കുക്കീസ് കഴിക്കാൻ തോന്നുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെയുള്ള ചില്ലറ പൈസയും കാര്യങ്ങളൊക്കെ പെറുക്കിയിട്ട് നമ്മുടെ ആരിസ് നേരെ ഫുഡ് വാങ്ങിച്ച് വന്നപ്പോൾ അവിടേക്ക് മോമോ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മോമോ അവനെ നല്ല രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കുട്ടി എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കാതെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അതിന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അവൾക്ക് വെള്ളം കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ആരിസിനോട് നല്ല രീതിയിൽ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പറയുന്നുണ്ട്, കൂടാതെ അവനോട് പറയുന്നുണ്ട്, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ നീ ഡ്രോയിങ് ഒന്നും ചെയ്തിരിക്കല്ലേ, നിൻ്റെ പഠിത്തം ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്, ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലാന്ന രീതിയിൽ അവൻ്റെ മുഖത്തടിച്ച രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ കുട്ടിയാണല്ലോ, എനിക്ക് സ്കൂളിലേക്ക് പോകണം, എനിക്ക് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോമാണെങ്കിൽ അവനെ നല്ല രീതിയിലിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഗ്രാൻഡ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഗ്രാൻഡ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് കുട്ടികളോടാണ് ഇങ്ങനെ പെരുമാറുന്നത് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ ആരിസിനെ ആണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ്മാൻ്റെ ഒപ്പം വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കട്ടെ എന്നുള്ള രീതിയിൽ. ജേജയുടെ കാര്യങ്ങളാണെങ്കിൽ ഈ മോം നോക്കാന്നുള്ള രീതിയിൽ. അവനാണെങ്കിൽ നമ്മുടെ ജേജനെ വിട്ടുപോകാൻ തീരെ താല്പര്യം. അവൻ ജേജനെ മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല കഴിയണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മോമിനാണെങ്കിലും മനസ്സാക്ഷിയില്ലാത്ത രീതിയിൽ അവിടെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആരിസ് ആണെങ്കിൽ അവിടെ വീട്ടിൽ നിന്നിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്നത്, നമ്മുടെ ജേജയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നത്. ഏഞ്ചലോ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് കളിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ മോം ഇപ്പോൾ വരും, മോം എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏഞ്ചലോ അവനെ കളിയാക്കുന്നുണ്ട്, മോമൊന്നും വരാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടുപോകാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ല വരും എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മോമ കൊണ്ടുപോയി വന്നിട്ടുണ്ടായിരുന്നു. അവൻ വിചാരിച്ചു അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അവൻ അങ്ങോട്ടേക്ക് എടുത്തു വന്നിട്ട് വാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോമാണെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവനാണെങ്കിൽ ഗമ്മ എന്ന് പറയുന്നത് അവൻ്റെ ആൻറ്റീനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. ജേജനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്. അവനാണെങ്കിൽ ജേജനെ ഭയങ്കര ഇഷ്ടമാണ്, സ്വന്തം നല്ല കൂടപ്പിറപ്പാണല്ലോ. സോ അതിലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ മിസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും അങ്ങനെ നല്ല വിഷമിച്ച് നമ്മുടെ ആ ഒരു ആൻറ്റീനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ മെച്ചൂർഡായിട്ട് കുറച്ചും കൂടെ വളർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ നമ്മുടെ ജേജനെ നല്ലോണം അറിയാം, സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള ടൈം
ടൈമായിരുന്നു. അവനാണെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് അവിടെ ഒരു പ്ലാസ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, മീൻ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ ജെ അവിടെ ഉണ്ടായിരുന്നു. ജെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബെയർ ഫൂട്ടഡ് ആയിട്ട്. സോ നമ്മുടെ ആരിസ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് ആരാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ കസിനാന്നുള്ള കാര്യം. പക്ഷേ അവനറിയാലോ അത് അവൻ്റെ സ്വന്തം സിസ്റ്ററാന്നുള്ള കാര്യം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, എൻ്റെ ഷൂ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ അത് കേട് വന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഈ ഷൂ നീ ഇട്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ട് വേണ്ട, എൻ്റെ കാല് അഴുക്കാണ്, സോ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഷൂവും അഴുക്കാവും, കൂടാതെ വലുതാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് ആ ഷൂ അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവളെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ. നമ്മുടെ ആരിസിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. കാരണം സ്വന്തം സിസ്റ്ററിനെ ഒപ്പം താമസിക്കാനും കാര്യങ്ങളൊന്നും പറ്റണില്ല. അതിൻ്റെ ഒരു മിസ്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ അവന് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വിളിച്ചപ്പോൾ അവൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ആരിസ് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ എപ്പോൾ പോകുന്നുണ്ടെങ്കിലും ഒരു കാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലിരിക്കുമ്പോൾ ഒരു കാർ ഫോളോ ചെയ്യുന്ന അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് അവനെങ്ങനെ നോക്കി പോകുന്നുണ്ട്. ആ സമയം ഒരു കോൾ വരുന്നുണ്ടായിരുന്നു, മോമിൻ്റെ കോളായിരുന്നു. നമുക്ക് മോമിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ച് പോകേണ്ടി എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് നോക്കിയപ്പോൾ ആ കാറ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ആ കോളിൽ ചേച്ചിനെ കാണാനില്ല എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ പ്ലാസേൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവളെ പോയി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നത് നമ്മുടെ ചേച്ചേനെ. എന്നിട്ട് അമ്മയ്ക്ക് ഒരുപാട് ബോയ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരെല്ലാവരും കൂടെ നമ്മുടെ ചേച്ചേനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ഒപ്പിലെല്ലാം താമസിക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കുന്നുണ്ട്. അമ്മയുടെ ഓരോ ഹസ്ബൻഡും കാര്യങ്ങളും നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കൂടെ തന്നെ അവൾക്ക് കഴിഞ്ഞ ഓർമ്മയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം അവളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ട്രോമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ആരൊക്കെ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഡോക്ടർ പോയതിന് ശേഷം നമ്മുടെ ജെ നമ്മുടെ ആരിസിനോട് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താണ് പറ്റിയത്, എന്താണ് എല്ലാവരും കൂടെ നോക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ അതാണ് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ വീണ്ടും വലുതായതിനു ശേഷമുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജെ ആണെങ്കിൽ എന്തോ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു. കൂടെ നമ്മുടെ ഏഞ്ചൽ അവൾ നല്ല രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ ഓരോന്ന് വാദിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ആൻറ്റിയൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജെ ഭയങ്കര ദേഷ്യത്തിൽ ഓരോ ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഫൈറ്റിന് ശേഷമാണ് അത് കാണിക്കുന്നത്. അവളാണെങ്കിൽ സ്കൂളിൽ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നതായിരുന്നു. ഏഞ്ചലും അതിന് നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അവളാണെങ്കിൽ അതിൻ്റെ ആ ഒരു റിയാക്റ്റിൽ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പാരീസാണ് അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആരിസ് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ അടുത്തേക്ക് വേറൊരാൾ വന്ന് അവളോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവൻ വന്നപ്പോഴാണെങ്കിൽ ഇയാളാണെങ്കിൽ ഇവളെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുകയാണ്. സോ അവനെയും ഒപ്പം തട്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുവന്നത് എന്നൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അയാളാണെങ്കിൽ കൂടെ ഇവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് തങ്ങളെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്ന്, നിങ്ങൾ ആരാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അയാൾ ഉത്തരവും കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് എന്നെ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കാണെങ്കിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവർ എന്തിനാണ് ഇങ്ങനെ പൂട്ടിയിട്ടെന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഇവർ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇവർ നല്ല രീതിയിൽ അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് അയാളും അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ചേച്ചയാണെങ്കിൽ അയാളെ നല്ല രീതിയിലിട്ട് തലയ്ക്കൊരു അടി കൊടുത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു സമയത്താണ് അവൾക്ക് ഓവർ ട്രോമയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവളാണെങ്കിൽ നല്ല രീതിയിൽ റിയാക്റ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. മൂപ്പരാൾ അവിടെ അടിച്ചിട്ടിട്ടായിരുന്നു അവളൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ആരിസും ഒപ്പം അടിക്കുന്നുണ്ടെങ്കിലും കൂടെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അവൾ ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവും. സോ അവൾക്ക് എന്താ ചെയ്യുന്നത്, അവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് അറിയുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ജെ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു കൂർത്ത സംഭവം എടുത്തിട്ട് നമ്മുടെ ആരിസിനെ ഉപദ്രവിക്കാൻ നോക്കുക. മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കേണ്ടത്, നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് അറിയാമെന്നുള്ള രീതിയിലൊക്കെ ജേജിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ എന്നെ ഹേർട്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു മൂർച്ചയുള്ളൊരു സംഭവം കൊണ്ട് കുത്തി ബ്ലഡ് വരുത്തിച്ചിട്ടോ വീണ്ടും ഒരു 3 വട്ടത്തിൽ നല്ല രീതിയിൽ കുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ആരിസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരിസ് നിനക്ക് തിന്നിയ ഒന്നും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്താ നീ കാട്ടിക്കൂട്ടുന്നൊന്നും അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഹോസ്പിറ്റലൈസ് ആവുക കേട്ടോ. അവൻ അവിടെ വീഴുന്നുണ്ട് ആദ്യം തന്നെ. അപ്പോൾ അവൾക്കാണെങ്കിൽ എന്താ ചെയ്തത് ഇതൊന്നും അറിയില്ല. അവൾക്കാണെങ്കിൽ മൊത്തം ഓർമ്മയില്ലാത്തൊരു സിറ്റുവേഷനാണ്. പിന്നീട് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവർ ഏകദേശം ഓക്കെ ആണെന്ന ആ ഒരു സമയമായപ്പോൾ ആ ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെയ്ഫറും അത് യൂറി അതുപോലെ തന്നെ പേഴ്സൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയത്. അതുകൊണ്ട് തന്നെ ഇവരൊരു റിക്കവറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആരിസ് ആണെങ്കിൽ നല്ല ഹാപ്പിയും കാര്യങ്ങളൊക്കെയാണ്. ഇവരെ പോലത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയത്. ഇവർ റിക്കവറി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ജെ പുറത്തുനിന്ന് കത്തിയിട്ട് കുത്തുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ പാവം വന്ന് നോക്കുന്ന പോലെ അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പോകുന്നത് ആ ഒരു കാഴ്ച നമ്മുടെ കെയ്ഫർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആരിസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയ സമയത്താണെങ്കിൽ നമ്മുടെ ജെ അവനോട് ഒന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. നിനക്ക് എന്താണ് എന്തുകൊണ്ടാണ് നിനക്ക് ഹേർട്ടായെന്നുള്ള രീതിയിലും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആരിസ് ആണെങ്കിൽ അവളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ഇവിടെ അവന് ലങ്സിന് നല്ല പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ
എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു റിപ്ലൈ കൊടുക്കുന്ന സമയത്താണെങ്കിൽ കൂടെ ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളോടാണെങ്കിൽ ചൂടായിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു എന്തിന് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെന്നിട്ട് അവൻ്റെ റിക്കവറി ആണല്ലോ, സോ അതിനെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നീ ഞങ്ങളുടെ ഒപ്പം തിരിച്ച് റിക്കവർ ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു റൈഡിനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ആ സമയത്ത് പേഴ്സി ആയിരുന്നു ആദ്യം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവരൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തായിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ വിചാരിച്ച് കൂടുതലായിട്ട് ഇവിടെ നിൽക്കേണ്ട. നമ്മുടെ ഏഞ്ചലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവർ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ നമ്മൾ ആരിസ് ആയിരുന്നു വണ്ടി ഓടിച്ചിട്ടായിരുന്നു. ആ സമയത്ത് നല്ല മഴയും കാര്യങ്ങളും ഡേഞ്ചറൊക്കെ ആയതുകൊണ്ട് ഇവന് ഓരോ ഹാലൂസിനേഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കാർ ഓടിക്കുന്ന സമയത്താണെങ്കിൽ ഇവൻ്റെ മനസ്സിലേക്ക് ഫുള്ള് വരുന്നത് നമ്മുടെ ജേജ് ആണെങ്കിൽ ഇവനെ ഉപദ്രവിക്കുന്നതും കത്തിയിട്ട് ആ ഒരു കൂർത്ത സാധനമായിട്ട് കുത്തുന്നതും അതുപോലെ തന്നെ അവളാണെങ്കിൽ കാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതൊക്കെ കൂടെ തോന്നിയിട്ട് ഇവൻ ആകെ എന്താണെന്നുള്ള പോലെ ആവുന്നുണ്ട്. ഇവിടെ കേഫറും പേഴ്സിയും യൂറും പറയുന്നുണ്ട് എന്താണ് നീ നല്ലപോലെ നോക്കി വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയ ഒരു സമയത്ത്. എന്നിട്ട് താൻ എന്താ ചെയ്തതെന്നുള്ളൊരു ബോധ്യവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് അവൻ ഇങ്ങനെ നടന്നു വരുന്നതാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പം നടക്കുന്ന സംഭവം ആട്ടോ, നമ്മുടെ ആരിസ് ആണെങ്കിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ തിരിച്ച് വരുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ മോമും കാര്യങ്ങളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആരിസിൻ്റെയും ജേജൻ്റെയും മോ വന്നിട്ടുണ്ടായിരുന്നു. ആരിസിനെ അറിയാമല്ലോ അവൻ്റെ അമ്മേനെയും കാര്യങ്ങളൊക്കെ. സോ അമ്മേനോട് ഭയങ്കര റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ജെമ്മ നീ എൻ്റെ മക്കളെ ഇങ്ങനെയാണോ പഠിപ്പിച്ച് വരുത്തിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജേജനെങ്കിൽ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ആ ഒരു മോമിൻ്റെ നമ്മുടെ ജെമ്മേൻ്റെ സിസ്റ്ററായിട്ടുള്ള ജേജയുടെ മോമിൻ്റെ ഹസ്ബൻഡിനെ നമ്മുടെ ആരിസിനെ പരിചയപ്പെടാൻ പോകുമ്പോൾ ആരിസ് വലിയ രീതിയിൽ മൈൻഡും കാര്യങ്ങളൊക്കെ ആക്കുന്നില്ല. അപ്പോൾ ആ മോമ് പറയുന്നുണ്ട് തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണല്ലോ എൻ്റെ മക്കളെ നീ വളർത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ജേജ ഭയങ്കര നെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജേജ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നീ അപ്പോൾ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ചെമ്മ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടെ തന്നെ നീ എൻ്റെ ആരിസ് അവളോട് പറയുന്നത് നിങ്ങളെ സിബ്ലിങ്സ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ മൗമനെ പറയുന്നുണ്ടായിരുന്നു ആരിസ് നിൻ്റെ സ്വന്തം ബ്രദറാണെന്നുള്ള കാര്യം. അപ്പോഴാണ് അവൾ അറിഞ്ഞത് കേട്ടി നെട്ടി നിൽക്കുന്നത്. കാരണം അവൾ ഇത്രയും കാലം വിചാരിച്ചത് അവളുടെ കസിനാണ് ആരിസ് എന്നുള്ള കാര്യം. പക്ഷേ സ്വന്തം ബ്രദറാണെന്നുള്ള കേട്ടുകൊണ്ട് ഈ നെട്ടലോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സാധാരണ നമ്മൾ ഓരോ എപ്പിസോഡും 2 പാർട്ടായിട്ടായിരുന്നു അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഒരൊറ്റ പാർട്ടായിട്ട് അപ്ലോഡ് ആക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും കാണുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. സോ ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.